അസ്സലാമു അലൈക്കും. പാദവാർഷിക പരീക്ഷ 2ാം ക്ലാസ്സിലെ അഖീദ. 1 നമ്പർ യോജിച്ചവ ചേർക്കാം. 1. നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു. 2. ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. 3. അബ്ദുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. 4. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. 5. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. 6. 40 വയസ്സായപ്പോൾ നമ്മുടെ നബിക്ക് നുബുവത്ത് കിട്ടി. 2ാം നമ്പർ പൂർത്തിയാക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 63 വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി. 3. അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ. 4. അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. 3ാം നമ്പർ ശരിക്ക് ടിക്ക് നൽകാം. 1. മണ്ണിനാൽ പടക്കപ്പെട്ടവർ മനുഷ്യർ. 2. മലക്കുകളിൽ പെട്ടവരാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. 3. നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു അള്ളാഹു. 4. ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകില്ല മലക്കുകൾക്ക്. 5. അള്ളാഹു നമുക്ക് കാണാൻ തന്നു കണ്ണ്. 4ാം നമ്പർ വേർതിരിക്കാം. നാം കാണുന്നവ മദ്രസ, പേന, മനുഷ്യൻ. നാം കാണാത്തവ മലക്ക്, പിശാച്ച്, ജിന്ന്. 5ാം നമ്പർ ഉത്തരം എഴുതാം. 1. സൃഷ്ടികളിൽ 3 വസ്തുക്കളുടെ പേര് എഴുതാം. ഉത്തരം മലക്കുകൾ, ഭൂമി, ആകാശം, പൂക്കൾ, മലകൾ, കാടുകൾ. 2ാം നമ്പർ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എന്താകുന്നു? ഉത്തരം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3. എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവർ ആരാണ്? ഉത്തരം മലക്കുകൾ. 6ാം നമ്പർ പൂരിപ്പിക്കാം. ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല. അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു. എല്ലാം അറിയും അള്ളാഹു, എന്നും ഉള്ളവൻ അള്ളാഹു.